കൂട്ടുകാരെ, ശാലോം കിഡ്സിന്റെ രസകരമായ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു കാലഘട്ടത്തിൽ മീഡിയയിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ധാരാളം കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. ശരിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ സമൂഹത്തെ തന്നെ നശിപ്പിക്കാൻ അത് കാരണമാകുന്നു. അതുകൊണ്ട് ലഹരിയുടെ ഉപയോഗത്തെ തടയാനായി നല്ല മാർഗനിർദ്ദേശവുമായി ബലൂണിൽ വെള്ളമൊക്കെ നിറച്ചിട്ടാണ് സുനിത സിസ്റ്റർ വന്നിരിക്കുന്നത്. അവർ ഫസ്റ്റ് സെഗ്മെന്റ് തേൻമൊഴികളിലേക്ക്. Hi friends, welcome for this today's show, today's episode. Okay. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ എൻ്റെ പ്രിയ മക്കളെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഓക്കെ, മദ്യം ഒരു ഡാഷ് ആണ്. എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ? മദ്യം ഒരു ലഹരി പദാർത്ഥമാണ് അല്ലേ? ഓക്കെ, മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, ശംഭു, ചൈനി, കെയ്നി, ബ്രൗൺ ഷുഗർ, കൊക്കെയിൻ, ഈ പറഞ്ഞ പേരുകളെല്ലാം എന്താണ്? ലഹരിയാണ്. ഈ ലഹരിയൊക്കെ ആദ്യം ഒരു സുഖം തരും. സുഖത്തിൽ നിന്ന് തുടങ്ങി സുഖനിദ്ര ഇല്ലാണ്ടാക്കും. ഓക്കെ, ഇതൊക്കെ കഴിക്കുമ്പോൾ ഒരു മയക്കം തരും. ഈ മയക്കത്തിൽ നിന്ന് ഒരു മരവിച്ച അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഓക്കെ, ഇത് കഴിക്കുമ്പോൾ നമ്മൾ സുന്ദരിമാരായ ആൾക്കാരൊക്കെ അവസാനം ഒരു ഭ്രാന്തനെ പോലെ ആവും. കണ്ടോ, വഴിയിലൊക്കെ ചേട്ടന്മാരൊക്കെ മുടിയൊക്കെ നടത്തി സഞ്ചിയൊക്കെ തൂക്കി പഴയ ചാക്കും പഴയ നമ്മളെ പ്ലാസ്റ്റിക്കൊക്കെ പെറുക്കി നടക്കുന്ന ചേട്ടനും ചേച്ചിമാരെയൊക്കെ കണ്ടിട്ടുണ്ടോ? അവരുടെ സൗന്ദര്യം പോലെ ആവും നമ്മുടെ സൗന്ദര്യം. അപ്പോൾ ഇതൊക്കെ മനുഷ്യന് കിട്ടുന്ന ലഹരിയാണ്. ഒരു കിക്ക് കിട്ടാൻ വേണ്ടി ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ എൻ്റെ പൊന്നുകൂട്ട, ഇതൊക്കെ ഒരു ദിവസം നീ കിക്കടിച്ച് കിടക്കും. പിന്നെ അവസാനം നമ്മൾക്ക് പിന്നെ സൗന്ദര്യവും പോവും. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ചത്ത് കിട്ടിയാൽ മതി, ആ അവസ്ഥയിലായി മാറും. അങ്ങനെ വേണോ? ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അത് നമുക്ക് സുന്ദരമായിട്ട് നമുക്ക് ജീവിച്ച് തീർക്കണം. ഓക്കെ, നമ്മുടെ പിടിവള്ളി മുകളിലുള്ളപ്പോൾ എന്തിനാ ഒരു ടെൻഷൻ? ഓക്കെ, നമുക്കും പറ്റുന്നേ ആഘോഷത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ഷോപ്പിൽ കിട്ടും അല്ലേ? നമുക്ക് എന്ത് വാങ്ങിക്കണമെങ്കിൽ, നമുക്ക് എന്ത് ആഗ്രഹിക്കുന്നത് സ്വന്തമാക്കണമെങ്കിൽ ഷോപ്പിലോ മാർക്കറ്റിലോ ഷോപ്പിംഗ് മാളിലോ ഒക്കെ പോയാൽ നമുക്കിത് കിട്ടും. പക്ഷേ എന്നും നമുക്കൊരു ലഹരിയിൽ നമ്മുടെ ദൈവം ഒരു ലഹരി തരും. തമ്പുരാൻ്റെ കയ്യിലും ഉണ്ട്, സ്റ്റോക്കുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ എഫേസോസ് 5:18 വായിച്ചു നോക്കിയേ. അതിൽ പറയുന്നത്, നിങ്ങൾ വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, എന്നാൽ മറിച്ച് പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവൻ. എന്ന് പറഞ്ഞാൽ വീഞ്ഞ് കുടിച്ചാലും നിനക്ക് കിക്കടിക്കാൻ പറ്റും, ഒരു മയക്കവും ഒരു രസമൊക്കെ വരും. അതുപോലെ തന്നെ പക്ഷെ അതിലൊരു ദുരാസക്തി ഉണ്ട്, നമുക്ക് വേണ്ട. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ നീ നിറഞ്ഞാൽ അത് ഒരു കിക്കാണ്, ഒരു ലഹരിയാണ്, ഒന്നൊന്നര സുഖം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് വേണം? ഓപ്ഷൻ എ മദ്യം വേണോ, അതോ ഓപ്ഷൻ ബി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണോ? യുവർ ചോയ്സ്. ഓക്കെ, നമുക്ക് പരിശുദ്ധാത്മാവ് മതി. നമുക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. അതിനു വേണ്ടിയുള്ള ഒരു സുന്ദരൻ ഒരു എക്സ്പെരിമെൻ്റ് നമുക്ക് കാണാം. ഓക്കെ, സിസ്റ്റർ കാണിക്കട്ടെ, തുടങ്ങാം. ഓക്കെ, ഇതെന്നാ നമ്മൾ ബലൂണ്. ഈ ബലൂണ് നമ്മൾ സിസ്റ്റർ ഇങ്ങനെ വെച്ച് കാണാൻ പറ്റുമോ? ഇല്ലല്ലേ, ഇങ്ങനെ വെച്ച് ലാല സംസാരിച്ചാൽ അത് നിങ്ങൾ മനസ്സിലാകത്തില്ല, വേഗം ശ്രദ്ധിക്കപ്പെടില്ല. ഓക്കെ, എന്നാൽ ഇത് വീർപ്പിക്കുവാണെങ്കിലോ കാണാൻ പറ്റും അല്ലേ? നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ജീവിതം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇങ്ങനെ ആരും അറിയാത്ത ഒരു കുഞ്ഞു വീട്ടിൽ നമ്മൾ ജീവിച്ചു. കുറച്ചുകൂടി നമ്മൾ പഠിക്കാൻ പോയി, ABCD പഠിച്ചു, നമ്മളെ കഴിവ്, പാട്ട്, ഡാൻസ്, പിന്നെ കളികൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് സ്മാർട്ടായി. അപ്പോൾ തന്നെ ആൾക്കാരറിയാൻ തുടങ്ങി. കൂട്ടുകാർ നമ്മുടെ പേര് പറഞ്ഞാൽ അറിയും, നാട്ടുകാരറിയും, പള്ളിയിലറിയും, അച്ഛനറിയും, അങ്ങനെ എല്ലാവരും അറിയും. അപ്പോൾ ഇതിൽ നമ്മുടെ കഴിവ്, നമ്മുടെ അറിവ്, പിന്നെ എന്താ നമ്മുടെ സൗന്ദര്യം, ഇതൊക്കെ സിസ്റ്റർ ഇതിൽ നിറയ്ക്കാൻ പോവാണ്. കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ആയി. വീണ്ടും നമ്മൾ പഠിക്കുവാണല്ലോ, നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുക, നമ്മളെ കഴിവ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, മതിയല്ലേ? ഇതുപോലെ ആയപ്പോൾ എന്നാ എന്താ സംഭവിച്ചത്? ഇനിയിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ കാണിച്ചാൽ തന്നെ ചെയ്യും. കുഞ്ഞ് എടുക്കും, സിസ്റ്ററെ, ചേച്ചി എനിക്കിത് തരുമോ? കൊടുത്താൽ അതിനെ കാണും, തലോടും, ഇങ്ങനെ ഇട്ട് കളിക്കും അല്ലേ? പിടിക്കും. ആര് കണ്ടാലും ഒന്ന് തട്ടാനും മുട്ടാനും ഒക്കെ ഇഷ്ടപ്പെടും. ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ താരമായിട്ട് ഇങ്ങനെ നടക്കും അല്ലേ? ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ കളിച്ച് നടക്കുമ്പോൾ എപ്പോഴും നടക്കാൻ പറ്റില്ല അല്ലേ?
നമ്മളെ ലോകത്തിൽ സഹനങ്ങൾ വരും അല്ലേ, തീ പോലെ സഹനങ്ങൾ വരും. പെട്ടെന്ന് അപ്രതീക്ഷിതമായി നമുക്കിപ്പം വന്നില്ലേ കോവിഡും സുനാമിയും ഓഖിയും, അതുപോലെ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ജീവിതത്തിലും ചില പ്രശ്നങ്ങൾ വരും. അതാണ് ഈ മാച്ച് ബോക്സ്. എന്താ സഹനം, ജീവിതത്തിൽ സഹനങ്ങൾ. നമ്മൾ പാപിയായാലും വിശുദ്ധനായാലും നമ്മൾക്ക് ഈ ലോകത്ത് ജീവിക്കണം അല്ലേ. സഹനം കാണിക്കാനാണ് സിസ്റ്റർ ഈ മെഴുകുതിരി കത്തിച്ചത്. ഓക്കെ ഓക്കെ, നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും എത്രയൊക്കെ പഠിച്ചാലും എത്രയൊക്കെ നേടിയാലും ഈ കടമ്പയും കൂടി കടക്കണം മക്കളെ. ഓക്കെ, നമ്മൾ സഹനം ഇങ്ങനെ സിസ്റ്ററിനെ കാണാൻ പറ്റണില്ല. ഓക്കെ, എന്താ സംഭവിക്കുമെന്ന് നോക്കാം. ഓക്കെ, അയ്യോ എൻ്റെ എല്ലാം പോയി. നോക്കൂ സിസ്റ്ററിൻ്റെ ബലൂൺ എവിടെ? ആകാശത്ത് തത്തിക്കളിച്ച ബലൂണില്ല. നോക്കൂ, പീസായി കിടക്കണം. ചിലതൊക്കെ അങ്ങ് ദൂരെ പോയി. ഇത്രയേ സിസ്റ്ററിന് കിട്ടിയുള്ളൂ. കണ്ടോ, അതിൻ്റെ ഐഡൻറ്റിറ്റി പോയി. എന്തൊക്കെ ഉണ്ടായിരുന്നു, കഴിവുകളുണ്ടായിരുന്നു, ജ്ഞാനം ഉണ്ടായിരുന്നു, എൻസൈക്ലോപീഡിയ ആയിരുന്നു സംഭവം. പക്ഷെ എല്ലാം പോയി. കണ്ടോ, അതിൻ്റെ ഭംഗിയും പോയി. ഇതുപോലെ എൻ്റെ കൂട്ടാ നമ്മളിതൊക്കെ നിറച്ചാലും ഈ ലോകത്തിൽ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് ഹാപ്പിയായി സംതൃപ്തമായി ജീവിക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അത് പോയി. ഇത് നമുക്ക് ഇതൊരു കുഞ്ഞാണേ, ഇതൊരു കുട്ടി. ഈ കുട്ടിക്ക് എന്നാ പേരിടാം? ഇത് അനീറ്റയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇത് അനീറ്റയാണ്. ഈ കുഞ്ഞ് സെയിം ആണ്, പക്ഷെ ഇതിൻ്റെ കണ്ടൻറ്റ് വ്യത്യാസമാണ്. ഓക്കെ, കണ്ടൻറ്റ് എന്തായിരിക്കും? വെള്ളം. വെള്ളം നമ്മൾ എന്താ പഠിച്ചിരിക്കണേ? എന്തിൻ്റെ പ്രതീകമാണ്? ജലം. ജലം പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ ഈ കുഞ്ഞും വലുതായി താരമായി, കയ്യിലൊതുക്കാൻ പറ്റത്തില്ല, ആൾക്കാർ കാണും, നോക്കും ഒക്കെ താരം. പക്ഷെ മറ്റേതിൻ്റെ അത്ര സൗന്ദര്യം കുറവാണെങ്കിലും, ചിലപ്പം സൗന്ദര്യമുണ്ട്, ചിലപ്പം കുറവാണെന്ന് ചിലർക്കൊക്കെ തോന്നിയേക്കാം. ഡോണ്ട് വറി, കുറവാണെങ്കിലും ഇവളുടെ കണ്ടൻറ്റ് വ്യത്യാസമാണ്. എന്താ? അതിൽ നമ്മൾ എയർ നിറച്ചു, ഇതിലാണെങ്കിൽ നമ്മൾ വെള്ളം നിറച്ചു. പരിശുദ്ധാത്മാവ് എവിടെ പോയാലും പരിശുദ്ധാത്മാവേ വരണേ 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 എന്ന് പ്രാർത്ഥിക്കും. കാരണം എന്നാ, കുഞ്ഞിനറിയാം. ബൈബിളിൽ റോമ 8:26 പറയുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ കൊച്ചിനറിയാം, ഞാൻ ബലഹീനാണ്, പൊട്ടനാണ്, എനിക്ക് കഴിവ് കപ്പാസിറ്റിയൊക്കെ കുറവാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നാൽ ഞാൻ വെച്ചടി കയറുമെന്നറിയാം. അതുകൊണ്ട് എവിടെ പോയാലും പരിശുദ്ധാത്മാവിനെ ബെസ്റ്റ് ഫ്രണ്ടാക്കി കൂടെ കൂട്ടും. അങ്ങനെ അവൻ്റെ ജീവിതം നിറച്ചു. ഓക്കെ, നമുക്ക് അടുത്ത സഹനം, വിശുദ്ധനായാലും പാപിയായാലും നമുക്ക് ഈ ലോകത്ത് ജീവിച്ചേ മതിയാകൂ. ഓക്കെ, അപ്പം സഹനത്തിൻ്റെ തീ സിസ്റ്റർ കത്തിക്കുവാണ്. നേരത്തെ നമ്മൾ കത്തിച്ചു, അവൻ്റെ ഒരു പൊടി പോലും കിട്ടാതെ പൊട്ടിത്തെറിച്ച് പല കഷണങ്ങളായിട്ട് അത് പോയി. ഓക്കെ, ഇനി അടുത്ത ആളെ എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, നമ്മളെടുത്തു. പോവോ? സിസ്റ്ററിൻ്റെ ഉടുപ്പൊക്കെ ചീത്തയാവോ? ഈശോയെ. ഓക്കെ, സാധനം ഇവൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇവൻ്റെ ജീവിതം ഇവൻ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. പൊട്ടിയോ? ഇല്ല. സിസ്റ്റർ ശരിക്കല്ലേ കാണിക്കുന്നുണ്ട്. എൻ്റെ കുട്ടാ പൊട്ടിയോ? 1 2 3 4 5 6 7 8 9 10 ഒന്നും പൊട്ടിയില്ല. ഓക്കെ, പൊട്ടിയിട്ടില്ല എൻ്റെ കുട്ടാ. കണ്ടോ, സിസ്റ്റർ പറ്റിക്കണല്ല, ശരിക്കും സിസ്റ്റർ പിടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇത് പൊട്ടിയില്ല. ഇതുപോലെ മറ്റുള്ളവർ വിചാരിക്കും ഇപ്പം പൊട്ടും വെള്ളം ഒഴുകുമെന്ന്. കണ്ടോ, സിസ്റ്റർ എത്ര നേരമായി പിടിച്ചത്. ഇനി നിങ്ങൾ ഇത് ചെയ്ത് നോക്കിക്കേ, അപ്പം മനസ്സിലായി. ഇതുപോലെ എൻ്റെ കൂട്ടാ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ നമ്മളെ എത്ര തീച്ചൂളയിലിട്ട് വറുത്ത് നോക്കിയാലും നമ്മളെ വറുത്തെടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കൂടെ ആരാ ഉള്ളത്? പരിശുദ്ധാത്മാവ്, കർത്താവ് തന്ന ആത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ആർക്കും നമ്മളെ തകർക്കാൻ പറ്റില്ല എൻ്റെ കുട്ടാ. അതുകൊണ്ട് സെറ്റ് ആകണമെങ്കിൽ നമ്മളെ ഹൃദയത്തിനുള്ളിൽ പരിശുദ്ധാത്മാവിനെ നിറച്ച് വെച്ചോ. നമ്മൾ പിന്നെ പോകുന്നിടത്ത് നമ്മൾ ചുമ്മാ നിന്നാൽ മതി, നമ്മളിൽ നിന്ന് ഒഴുകും. ഓക്കെ, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഇടവകയിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക്, അതിർത്തികൾ ഭേദിച്ച് രാജ്യങ്ങളിലേക്ക് അതിർത്തി ഭേദിച്ച് നമ്മൾ വ്യാപിക്കും. ഓക്കെ, അങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാം. ഈശോ പറഞ്ഞിട്ടില്ലേ, തിരുനാളിൻ്റെ അവസാന ദിവസം യേശു എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾക്കാർക്കെങ്കിലും ദഹിക്കുന്നുവെങ്കിൽ
അവനെ എൻ്റെ അടുക്കൽ വരട്ടെ, വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവി ഒഴുകും. ഈശോ നമ്മളോട് പറഞ്ഞതാ. അപ്പോൾ ആ യോഹന്നാൻ 7:37 തിരുവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ മക്കളെ നമുക്ക് ഇന്ന് തുടങ്ങാം. പരിശുദ്ധാത്മാവേ എൻ്റെ ഫ്രണ്ടാകണമേ, എൻ്റെ കൂടെ വസിക്കണേ, ഞാൻ പഠിക്കാൻ പോകുമ്പോഴും നടക്കാൻ പോകുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും ഉറങ്ങുമ്പോഴും എൻ്റെ കൂടെ ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ജീവിതത്തിൽ സെറ്റാകാം എൻ്റെ കുട്ടാ. അപ്പോൾ ഗാഡ് ബ്ലെസ് യു. ആമേൻ. നമ്മുടെ തോട്ടാനസിന്റെ കൂടെയുള്ള ജോണിക്കുട്ടന്റെ സംശയങ്ങൾ എപ്പോഴും കുഴപ്പിക്കുന്നതാ. ചില ഇഷ്ടങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നുള്ള സംശയങ്ങൾ നമുക്കും ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള സംശയമായിട്ടാണ് ജോണിക്കുട്ടനും കൂട്ടുകാരും ഇന്നും തോട്ടാനച്ചന്റെ അടുത്ത് വന്നിരിക്കുന്നത്. ജ്ഞാനിയും ഗുരുവുമായ തോട്ടാനച്ചന് എല്ലാത്തിനും ഉത്തരവുണ്ട്. അപ്പൊ നമുക്ക് പോകാം അവർ സെക്കൻഡ് സെഗ്മെന്റ് തോട്ടാനച്ചനും കുട്ടിയോളും. ആ എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ മക്കളെ. നിങ്ങൾ തോട്ടത്തിലേക്ക് എത്തിയില്ലേ? ആ പൂക്കള് നന്നായി ഉണ്ടാവുന്നത് നമ്മുടെ മനസ്സ് നന്നാവണം, പിന്നെ നന്നായി അധ്വാനിക്കണം. അത് പോട്ടെ, ഇന്നത്തെ എപ്പിസോഡിന് ആരാ ചോദിക്കുന്നത്? ഞാനാണ് അച്ചോ. മോന്റെ ചോദ്യാണോ? അച്ചോ, ഇത് എന്റെ സംശയമല്ല, എന്റെ കൂട്ടുകാരൻ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞതാണ്. നിന്റെ കൂട്ടുകാരന് വേണ്ടിയാണ് നീ ചോദിക്കുന്നത് അല്ലേ? ആയിക്കോട്ടെ, കുഴപ്പമില്ല, ചോദിക്കേ. അച്ചോ, ഞങ്ങള് പഠിക്കുന്ന ക്ലാസ്സില് ഒരു പെൺകുട്ടീനെ അവന് ഭയങ്കര ഇഷ്ടാ. ആ, അവൾക്ക് അവനും ഇഷ്ടാന്നാ പറഞ്ഞേ. അവൻ പറഞ്ഞോ അതോ? കേട്ടുകളി അങ്ങനെയാണ്. ആ, ക്ലാസ്സിൽ കുട്ടികളൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അല്ലേ? ആ, പോട്ടെ, സാരില്ല, പറ. എന്നിട്ട് അച്ഛാ, അവൻ ചോദിക്കുന്നത് പ്രേമിക്കുന്നത് തെറ്റാണോന്നാണ്. ഓഹോ, പ്രേമിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമല്ല. പക്ഷേ പ്രേമിക്കണേലും മുൻപ് അതിന് പറ്റിയ പ്രായമായോ എന്നൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? അച്ഛൻ പറഞ്ഞു തരാം. നമ്മുടെ കുട്ടികളായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് 5 വയസ്സ് വരെ നമുക്ക് ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസമൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞ് ആ സ്റ്റേജിനെ പറയാൻ നോൺ ഡിഫറൻഷ്യൽ സ്റ്റേജ് എന്ന് പറയും. ഒരുമിച്ച് കളിക്കും, പെൺകുട്ടികളാ വേഗത്തിൽ വളരാ. അപ്പോൾ അത് കഴിഞ്ഞ് 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ ഒരു സ്റ്റേജ് ഉണ്ട്, ഡിഫറൻഷ്യൽ സ്റ്റേജ് എന്ന് പറയും. അപ്പോഴേക്കും മനസ്സിലാവും, ആ ഇവളുമാര് പെൺകുട്ടികളാ, നമ്മള് ആൺകുട്ടികളാ. പാമ്പും കീരിയും പോലെയാ, കളിക്കുമ്പോൾ ഒരുമിച്ച് കളിക്കണ്ട, നീ പോടി എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പിക്കാൻ നിൽക്കും. 10 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ ഉണ്ടല്ലോ, അതൊരു അട്രാക്ഷൻ സ്റ്റേജ് എന്ന് പറയും. പാമ്പും കീരിയുടെ സ്വഭാവമൊക്കെ ഒന്ന് മാറിയിട്ട് നോക്കാൻ തോന്നും, ഇഷ്ടം തോന്നും, സംസാരിക്കണമെന്ന് തോന്നും. കുറച്ച് കാലൊക്കെ അത് ഉള്ളിൽ വെച്ച് നടക്കണ പ്രായമുണ്ട്. 15 വയസ്സ് തൊട്ട് അതിന് മുകളിലേക്കുള്ള പ്രായം. അപ്പോൾ മനുഷ്യർക്ക് ബിലോങ്ങിങ് സ്റ്റേജ് എന്ന് പറയും. ഒരാളെ എനിക്ക് സ്നേഹിച്ച് സ്വന്തമാക്കണം, എൻ്റെ ആക്കണം, ഞാൻ ഒരാളുടെ സ്വന്തമാവണം എന്നൊക്കെ വിചാരിക്കുന്ന പ്രായം, കല്യാണം കഴിക്കാനായിട്ട് തോന്നുന്ന പ്രായം. അതിൻ്റെ ഇടയ്ക്ക് അട്രാക്ഷൻ സ്റ്റേജ് തൊട്ട് അങ്ങോട്ട് ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ശാരീരികവും മാനസികവുമായി തോന്നുന്ന ആകർഷണവും ശക്തമായ വൈകാരികമായ മാനസികമായ സ്നേഹം, അടുപ്പമാണ് ഈ പറയുന്ന പ്രേമം, പ്രണയം എന്നൊക്കെ പറയാം. അത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ സഭയുടെ നിലപാട് തെറ്റൊന്നുമല്ല. പക്ഷേ അതിനെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രായമൊക്കെ ഉണ്ട്. പക്വതയൊക്കെ വരേണ്ട മക്കളെ, അല്ലെങ്കിൽ അത് വലിയ അപകടത്തിൽ ചെന്ന് ചാടിക്കും. നമുക്കറിയാം, പല കഴുകന്മാരെ കണ്ണുമായിട്ടൊക്കെ പലരും നടക്കുന്നുണ്ട്. ഈ ആകർഷണം തോന്നുന്ന പ്രായമാകുന്ന പെൺകുട്ടികളോട് ആൺകുട്ടികളോടൊക്കെ വശീകരിക്കാൻ വേണ്ടിയിട്ട് തന്നെ തുനിഞ്ഞിറങ്ങി അവരെ സ്വന്തമാക്കണമെന്ന് വാശി പിടിക്കുന്ന മനോഭാവത്തോടെ, ചതിയുടെ മനോഭാവമായിട്ടൊക്കെ നടക്കുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ മക്കളെ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നമ്മൾ ബ്രഹ്മചാരികളാണെന്നാണ് ഭാരത സംസ്കാരം പഠിപ്പിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം എന്താ? പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ മാറി ഇത്തരത്തിലുള്ള വൈകാരിക ബന്ധനങ്ങളിലേക്കൊക്കെ പോയാൽ നമ്മുടെ പഠനം മോശമാവും, നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും, പിന്നെ നമ്മൾ ആ വിവിധ വിചാരങ്ങളിൽ മാത്രം മുഴുകിപ്പോകും. അതൊക്കെയാണ് ഇതിൻ്റെ അപകടങ്ങൾ. ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് 18 വയസ്സാവണ വരെ
ഭാവിയെക്കുറിച്ച് കൃത്യമായൊരു തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധി വികസിച്ചിട്ടില്ല. നമ്മുടെ ഫ്രണ്ടേർ ബ്രെയിൻ എന്നൊക്കെ പറയും. ഭാവിയെക്കുറിച്ച് മുൻകൂട്ടി കാണാനുള്ള കഴിവ് അതായതിനു ശേഷമേ വിവാഹം കഴിക്കേണ്ട ആരാണെന്നൊക്കെ ശരിക്കും ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആളെയല്ലേ പ്രേമിക്കാൻ പാടുള്ളൂ. ആരോഗ്യപരമായ പ്രേമം, സ്നേഹം എന്നൊക്കെ പറയുന്നത് വിവാഹത്തിൽ ചെന്ന് അവസാനിക്കേണ്ടതാണ്. അപ്പം അതിന് പറ്റണമെങ്കിൽ പ്രായം പൂർത്തിയാകണം. ഒരു ആൺകുട്ടിക്ക് അതാവണമെങ്കിൽ 21 വയസ്സാവണം. അപ്പം അതിനു മുമ്പൊന്നും പ്രോമിസ് പറയരുത്, അത് വഞ്ചനയാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറും. പിന്നെ നമ്മുടെ മനസ്സിലേക്കൊക്കെ ആകർഷണത്തിന് കാരണമാകുന്ന കുറേ ഘടകങ്ങളുണ്ട്. അതൊക്കെ ഓരോ പ്രായത്തിലും ഓരോ അനുഭവങ്ങളിൽ നിന്നൊക്കെ വലുതായി വരുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആദ്യത്തെ ഇഷ്ടങ്ങളൊന്നും ആവില്ല, പിന്നത്തെ ഇഷ്ടങ്ങൾ. അപ്പോൾ സ്നേഹബന്ധങ്ങൾ മാറി മറിഞ്ഞൊക്കെ നിൽക്കില്ലേ. അപ്പോൾ തിരക്ക് പിടിച്ച് ആരും വാക്ക് പറയരുത്, ഇഷ്ടമാണെന്നുള്ളതൊന്നും കാണിക്കരുത്. ആകർഷണങ്ങൾ തോന്നുന്നത് ആത്മസംയമനത്തോടെ നിയന്ത്രിച്ചുകൊണ്ട് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഈശോ വളർന്നു വന്നതുപോലെ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ പ്രായത്തിലും ജ്ഞാനത്തിലൊക്കെ വളർന്നു വന്നു. അങ്ങനെ വളർന്നു വന്ന് പക്വത വന്നിട്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെയും സ്നേഹബന്ധങ്ങളെയൊക്കെ ഗൗരവമായിട്ട് എടുത്തു. അപ്പോൾ സഭ അങ്ങനെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ചെറുപ്രായത്തിലുള്ള വൈകാരിക ബന്ധനങ്ങളിലേക്ക് പോകും, വലിയ തകർച്ചകളിലേക്ക് പോകും. അതുകൊണ്ട് മക്കളെ ആക്രാന്തം കാണിക്കരുത്. ആക്രാന്തം കാണിച്ചാൽ ദഹനക്കേട് പിടിക്കുന്നു പറയും. നമ്മുടെ ജീവിതം വെച്ചാൽ കളിക്കുന്നത് അല്ലേ. അപ്പോൾ ആ മോനോട്, കൂട്ടുകാരനോട് പറയേ, ഇപ്പം തിരക്ക് പിടിക്കണ്ടാ, സമാധാനമായിട്ട്. ഇതിൽ ശരിയോ തെറ്റിൻ്റെ കാര്യമല്ല, മാനസിക പാകത വരട്ടെ. ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതല്ലേ മക്കളെ. ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു പക്വതയൊക്കെ വരട്ടെ. വിവാഹം കഴിക്കണമെങ്കിൽ നമുക്കൊരു തൊഴിൽപരമായ പക്വത വരണം. എന്തായാലും മാനസികാരോഗ്യം ഉണ്ടാവണം. കായികമായി പ്രത്യുൽപാദന പ്രക്രിയയുടെ പക്വത വരണം. ഇങ്ങനെയുള്ള പല പക്വതകൾ വന്നിട്ടേ ശരിയായ ഗൗരവമായ സ്നേഹബന്ധങ്ങളിലേക്ക് പോകാം. ആർ യു റെഡി? അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈശോയുടെ കൂട്ടുകാരെ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഈ ആകർഷണങ്ങളെയൊക്കെ ഈശോയുടെ മനോഭാവത്തോടെ തന്നെ നിർമ്മലമായ നിഷ്കളങ്കമായ സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്നുകൂടി ഞങ്ങളെല്ലാവരും ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ നമുക്കെല്ലാവർക്കും ഈശോയുടെ കൂടെ ആയിരിക്കാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. അച്ഛൻ്റെ ഇന്നത്തെ ഉപദേശങ്ങൾ നമുക്ക് എല്ലാവർക്കും ഹൃദയസ്ഥമാക്കാം. തെറ്റായ തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകാണ്ടിരിക്കാം. നമ്മുടെ അടുത്ത സെഗ്മെന്റ് ഒരു ഹിന്ദി സോങ് ആണ്. ആ ഗാനത്തിലൂടെ നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. ലെറ്റ്സ് കം. देवाची प्रेम आमावरे आमची प्रेम देवावरे देवाची प्रेम आमावरे आमची प्रेम देवावरे मन जय देवा बोलो येशु देवा मन जय देवा बोलो येशु देवा ऐलसा अलेलो ऐलसा ऐलसा अलेलो ऐलसा देवाची कृपा आमावरे आमची प्रेम देवावरे देवाची कृपा आमावरे आमची प्रेम देवावरे मन जय देवा बोलो येशु देवा मन जय देवा बोलो येशु देवा
അലേലു ഐലസ ഐലസ അലേലു ഐലസ देवाची शांती आमावरी आमची प्रेम देवावरी देवाची शांती आमावरी आमची प्रेम देवावरी मन जय देवा बोलो येशू देवा मन जय देवा बोलो येशू देवा ഐലസ അലേലു ഐലസ ഐലസ അലേലു ഐലസ देवाची मुक्ती आमावरी आमची प्रेम देवावरी देवाची मुक्ती आमावरी आमची प्रेम देवावरी मन जय देवा बोलो येशू देवा मन जय देवा बोलो येशू देवा ഐലസ അലേലു ഐലസ ഐലസ അലേലു ഐലസ ഐലസ അലേലു ഐലസ ഐലസ അലേലു ഐലസ. ഇന്നത്തെ എപ്പിസോഡ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ. ഇറ്റ്സ് മീ എൽസ മരിയ ലൂക്കോസ്. ബൈ.